സുനിയെ ഇപ്രാവശ്യം ഞഞ്ഞാ മുഞ്ഞാ കളിയൊന്നും ശരിയാകല്ല. കഴിഞ്ഞ പ്രാവശ്യം ഒറ്റ ബോട്ടിന് അതിന്റെ മനോജം മലത്തി അടിച്ച്. ഇപ്രാവശ്യം ഞാൻ 10 ബോട്ടാക്കിട്ട് തിരിച്ചു പിടിക്കണം. ഇപ്രാവശ്യം നമ്മളൊരു കളിക്കും പോയേക്കാം. അല്ലാണ്ട് നിങ്ങൾക്ക് ഇനി വേറെ വേണ്ടേ? ഒരു പല്ല് വെക്കുന്ന ഒരു സോപ്പ്, പിന്നെ ഒരു വക സിഗരറ്റ്, നേന്ത്രക്കായോ, കുഞ്ഞുങ്ങൾക്ക് 2 മുട്ടായി. 155. 155 അതെന്നാ പിടിച്ചോ. എന്നാലേ ഇതാണ് എഴുതിയേക്ക്. എഴുതിയെന്നോ? എഴുതിയേക്കുന്ന പരിപാടി ഇവിടെ നിർത്തി. എന്താ ഒരു പുതിയൊരു പരിപാടി? അതങ്ങനെ തന്നെയാ. എഴുതിയല്ല എന്നാണ്ട് എഴുതിയല്ല, എഴുതുന്ന പരിപാടി ഇവിടെ നിർത്തി കാണിക്കേ. എന്നാലേ നിങ്ങൾ ഇത് നല്ലോണം ഓർമ്മിച്ചാടെ വെച്ചേക്ക്, ഞാൻ പിന്നെയും കൊണ്ടുതരാം. അല്ല ഇതെടുത്ത പരിപാടിയാ, അത് ശരിയാവില്ല കേട്ടിക്കോ. നിങ്ങൾക്ക് വലിയ വലിയ സാധനം വാങ്ങുന്ന സൂപ്പർ മാർക്കറ്റ് ഈ ചെറിയ ചെറിയ സാധനത്തിന് വില കുറഞ്ഞ ഇങ്ങോട്ട് വരൂ. ഇത് ശരിയാകല്ല. നിങ്ങൾ പോലാന്ന് അടുക്ക് രാജീവ. ശരിയാവില്ല, പൈസ എന്നിട്ട് പോടും. രാവിലെ നേരെ ഇങ്ങ് പെടുത്തിക്കില്ലല്ലോ. ഇയാള് കടവുമായി പോയോ? കുഞ്ഞിയെ, ഇപ്രാവശ്യം നമുക്ക് ജയിക്കാൻ വേണ്ടിട്ട് എല്ലാ കുതന്ത്രങ്ങളും പയറ്റണം. കുതന്ത്രങ്ങൾ നമ്മളെപ്പോലെ വേറെ ആർക്കെങ്കിലും അറിയോ പോയേക്കാ? പഠിപ്പിക്കേണ്ട ആവശ്യമില്ല. ഒന്നും കൊടുക്ക്. എന്തേലും സുരേഷേ, നമ്മളെ മാളിലേർപ്പത്തെ സജീവേ ഏതോത്തിനെയും കൂട്ടിയിട്ട് പോയിക്ക്. എടാ അതിനിപ്പോ ഞാൻ എന്നാ വേണ്ടേ? അതിന് കാര്യമുണ്ട്. ഞാൻ ഇങ്ങോട്ട് ഇറങ്ങി വാ. എന്നാ അതിലെന്ത് കാര്യമുണ്ട്? അതിൽ എനിക്ക് കാര്യമുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം ഇനി ഒരു വോട്ടിനാ തോറ്റത്. തെരഞ്ഞെടുപ്പ് അതിന് വരുവാൻ പോകുന്നത്. ഇങ്ങനത്തെ പ്രശ്നങ്ങളില് ഇനി ഇടപെട്ട് കഴിഞ്ഞാല് നാട്ടിൽ എനിക്ക് ഇമേജ് കൂടൂ. അപ്പൊ അതുകൊണ്ട് ഇനി എന്താക്കണോ, എത്രയും പെട്ടെന്ന് വീട്ടിലേക്ക് എത്തണം. അതിലൊരു കാര്യമുണ്ട്. അത് ഞാനേറ്റ് ഞാൻ സാധനം വാങ്ങി അവിടെ എത്താ. എന്നാൽ ഈ പ്രാവശ്യം നമ്മൾ തൂക്കും. റെഡി. ഓക്കെ ഞാൻ എത്തിക്കോ. ഓക്കെ, ഞാൻ അവിടെ ഉണ്ടാവും. ഇപ്പം കോയക്കാ, നമ്മളെ കുതന്ത്രങ്ങൾ ഇറക്കമുള്ള സമയമായി. ആണോ? ഞാൻ പോട്ടെ, പോയിട്ട് കുറച്ച് തിരക്കുണ്ട്. അല്ല ഞാനും വരുന്നേ. വീഡിയോ പിന്നെ നോക്കാം. വീഡിയോ ആരെ എടുത്തിട്ട് വന്ന് നിങ്ങളെന്തിനാ ഒരു അച്ഛനാ പറഞ്ഞിങ്ങനെ ഇരിക്കുന്നേ? ഓനോടുത്തീനെ കൂട്ടി പോയാൽ ഞാൻ എന്താക്കുവാനാടോ? ഞാൻ ഇവിടെ രാജിവെക്കുവാനോ? രാജിവെക്കോ? ആടോ, ചെക്കന്റെ അച്ഛന്റെ സ്ഥാനോ ഞാൻ രാജിവെച്ചു. ഇന്നാ എന്റെ രാജിക്കത്ത്. മക്കളെല്ലാം പഠിപ്പിക്കണോ? പഠിപ്പിക്കല്ല കൊണായത്. ഇന്നെന്താ പഠിപ്പിക്കണം എന്ന് പറയുന്നത്? ഓൻ്റെ MBBS ആയിട്ടും തോറ്റതാ. ഓൻ്റെ ഓണെ ഇട്ട് വെച്ച് ഓരോരുത്തരും കൂട്ടിപ്പോയി. നാട്ടിലെടുക്കാൻ സംഭവമാറ്റാ ഇത്. മോന് പെണ്ണിട്ടുന്നവരങ്ങൾ ഇതൊന്നല്ല പറഞ്ഞേ. ഇത് നിങ്ങളെ തോന്നിയസാ പെൺകുട്ടികളെ ജീവിതം വെച്ചായി കളിക്കുന്നേ? നിങ്ങൾ പറഞ്ഞു കൊടുക്കേ, അടിച്ചോന്റെ കൈയും കഴിഞ്ഞാൽ ഓടിക്കൂ. മുത്തോ, ഇഞ്ഞൊന്ന് ഇറങ്ങി. ഇതെല്ലാം പരിഹരിക്കാൻ വേണ്ടിട്ട് ഞാൻ വന്നേ. ജമ്മേന്റെ പെൻഷൻ കാശ്, റോഡിന്റെ പൈസ, ഇതെല്ലാം ഞാനെല്ലാം ശരിയാക്കി തന്നെ. അതുപോലെ ഇതും ഞാൻ ശരിയാക്കി തരും. ഇല്ല ഇല്ല, അതെല്ലാം പഞ്ചായത്ത് ശരിയാക്കുന്നല്ലേ മെമ്പറെ? അകത്ത് കരഞ്ഞു കിടക്കുന്ന എന്റെ പെങ്ങക്ക് ചെക്കനെ കൊടുക്കും. നിങ്ങളെ പഞ്ചായത്തിനാവോ? ഇക്കാര്യത്തിൽ എന്ത് തീരുമാനം ഉണ്ടാക്കുക? ഞങ്ങള് ആ ഇടിച്ചോന്റെ കാലും കൈ മുറിച്ചാകണം. ഇങ്ങോട്ടേക്ക് നീ പെണ്ണിനെ ചാരി സംസാരിച്ച ഒളിച്ചോടെ ചെക്കനും അകത്തിരുന്ന് കയറുന്ന പെണ്ണും നമ്മളെ പാർട്ടിക്കാരാണ്. നീ ഓരോന്ന് പറഞ്ഞ് ഇറങ്ങാറാക്കാൻ. അകത്തിരുന്ന് കയറുന്ന പെണ്ണിന്റെ ഒറ്റ ഫോട്ടോ ഉണ്ടാ ഞാൻ ജയിച്ചേ. അടുത്ത വനിതാ സംഭരണ നമുക്ക് മെമ്പറാണ്ടേ? എന്നാ പാ. മെമ്പർ വന്ന മറ്റേ നീങ്ങ. അത് തന്നെയാ ശരി. ഇല്ല ഇല്ല, കയ്യണ്ടോ കഴിഞ്ഞ് കഴുത്തിന് വെള്ളം ഒഴിച്ച് എന്നിട്ട് അവര് വരുന്നേ. സുനിയെ, മെമ്പറും ടീമാരുണ്ട്. ഈ വേണ്ട വിധത്തിൽ കൈകാര്യം ചെയ്യണം. അതെല്ലാം ഞാൻ ഏറ്റുപോയിട്ട് നിങ്ങൾ കട്ടക്കടന്നായി. അത് ശരിയാ. ഇരുമക്കുട്ടീനെ നിന്ന് പഠിപ്പിക്കേണ്ട ആവശ്യമില്ലല്ലോ. രാജീവേട്ടാ, ഓനെങ്ങോട്ടാ പോയെന്നല്ല നമ്മൾ അന്വേഷിക്കുന്നുണ്ട്. അതിനുള്ള ഏർപ്പാട് ചെയ്തൊക്കെ അല്ല ഇതിലെത്തിയ മോളടിയല്ലേ? അതുണ്ടാ? ഞാൻ കേറിയോട്ടെ. ശരിയല്ലേ? അല്ല രാജീവ, സത്യത്തിൽ ഓൻ ഓളെ കൂട്ടി അങ്ങോട്ടാ പോയേ. കൈയും കാലം അടിച്ചാനും പിടിച്ചു കളയൂ. ഓനോച്ചോടെ എന്റെ കൈ കാലം അടിച്ചിട്ടാ നിങ്ങൾ ഓനല്ലേ പഠിപ്പിക്കട്ടെ? എന്നാ ഈ കൂമം കുത്തിരിക്കും പോലെ ഇരിക്കേണ്ട ആവശ്യം വരുന്നോ?
ഒന്ന് ചിന്തിച്ചു നോക്ക്. അതെന്നെയാണോ കോയ ഞാൻ പറയുന്നത്? കിട്ടേണ്ട അച്ചക്കനല്ല, ഇച്ചക്കനാ ചെക്കൻ. സുരേഷ് അത് വരുന്നു. ഇനിയിപ്പോൾ ആര് വന്നിട്ടൊരു കാര്യമില്ല. അവരെ കയ്യിൽ എന്തുണ്ടല്ലോ? സുരേഷ് ഇങ്ങോട്ട് പോയേ. ഞാനിത് വാങ്ങുവാൻ പോയതല്ലേ, അന്നായി അതൊരു സാധന. സുനിയോട് പോയി. സുനിയാത്തുണ്ട്. സുനിയേ, സുരേഷ് സംഗതി എല്ലാം റെഡിയല്ലേ? സംഗതി എല്ലാം ഓക്കെ, അതെല്ലാം പറഞ്ഞ് ഞാൻ റെഡിയാക്കി. അതിന്നാളെ ഒരു കവറുമായിട്ട് ഒരു താത്ത കയറിപ്പോയെ. ഇനി എന്താണോ എന്നോട് ചോദിക്കുന്നത്? എല്ലാം ഇനി പോരല്ലേ? ഓൻ ഗിഫ്റ്റ് വാങ്ങി ഓളെ ആശ്വസിപ്പിക്കാൻ പോയിക്ക. അതുകൊണ്ടൊന്നും ഒരു കാര്യമില്ലടോ. മെമ്പറിലാണെങ്കിൽ ജനങ്ങളുടെ ഇടയിൽ ഇങ്ങനെ ചേർന്നിങ്ങനെ നിൽക്കണം. മെമ്പറെ ഇങ്ങനെ ചേർന്നിരുന്നോണ്ട് കാര്യമില്ല, അങ്ങനെ ചേർന്ന് നിക്കണോ. ചേരുമ്പോ എങ്ങനെ തന്നെ ചേർന്ന് നിൽക്കണം. നിങ്ങൾക്കൊരു പാടായത് കണ്ടു പഠിക്കും. മെമ്പറേ, കഴിഞ്ഞ പ്രാവശ്യം നിങ്ങൾ ജയിച്ചേ, ഞാൻ തോറ്റേ. ഈ ഒരു വോട്ടില്ലേ, അത് ഞാൻ എൻ്റെ പൊട്ടിയിലാക്കി കേട്ടാ. ഓരോരോ ഇടങ്ങ